ഹലോ, ഹെഡ്മീലോടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടൊരു കബാബ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് നമ്മുടെ അടുക്കളയിൽ എപ്പോഴും കിട്ടുന്ന സാധനങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കബാബാണിത്. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അതിശയിക്കും, ഇത് ചിക്കൻ ആണോ ബീഫാണോ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എങ്കിലേ ഇതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഞാനിവിടെ 150 ഗ്രാം സോയ 20 മിനിറ്റ് വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത് കഴുകി പിഴിഞ്ഞു വാരി വെച്ചിരിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ചൂടുവെള്ളത്തിലിട്ട് 2-3 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി, നന്നായിട്ട് കിട്ടും. അപ്പൊ ഇത് നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് കൊടുക്കാം. ഇത് 50 ഗ്രാം കടലപ്പരിപ്പ് ഞാൻ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തത്. അത് പെട്ടെന്ന് വെന്ത് കിട്ടാനും സോഫ്റ്റ് ആവാനും വേണ്ടിയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു സവോള, ഒത്തിരി പൊടിയായിട്ടൊന്നും അരിയണ്ട, ഇങ്ങനെ അങ്ങ് കഷ്ണിച്ചിട്ടാൽ മതി. കുറച്ച് കറിവേപ്പില, നിങ്ങളുടെ ഈ മല്ലിയിലയോ പുതിനയിലയോ ഉണ്ടെങ്കിൽ അതും എടുക്കാം. പിന്നെ ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി. ഇത് പേസ്റ്റ് ആയിട്ട് വേണേ അങ്ങനെ ഇടാം, ചതച്ച് വേണേ അങ്ങനെ ഇടാം. 3/4 ടീസ്പൂൺ മുളക് പൊടി. ഇത് നല്ല എരിയുള്ള മുളക് പൊടിയാണ്, കാശ്മീരി അല്ല. മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വറ്റൽ മുളകും ചേർക്കാം. ഗരം മസാല 2 ടീസ്പൂൺ. 3/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, ചെറിയ ജീരകം. ജീരകം ഇല്ല എന്നുണ്ടെങ്കിൽ ജീരകപ്പൊടി ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ അല്ലെ 3/4 ടീസ്പൂൺ ജീരകപ്പൊടിയും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് വെള്ളം ചേർക്കണം. വെള്ളം ഒത്തിരി ചേർക്കണ്ട. അപ്പൊ ഞാനിവിടെ 3/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നേ. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിൽ ഒരു സ്റ്റീം വന്ന ശേഷം ഏറ്റവും തീ കുറച്ചൊരു 5 മിനിറ്റ് ഇട്ട് വേവിക്കാം. ഒട്ടും വെള്ളമില്ല, കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്, അടിക്കൊന്നും പിടിച്ചില്ല. ഇനി നിങ്ങൾ തുറക്കുമ്പോൾ അഥവാ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തുറന്നിട്ട് തീ കൂട്ടിയിട്ട് പറ്റിച്ചെടുത്താൽ മതിയേ. അപ്പൊ ഇപ്പൊ തന്നെ ഇത് ഏകദേശം ഒക്കെ ഉടഞ്ഞിട്ടുണ്ട്. സോയാബീനൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു. അപ്പോൾ വെള്ളം എങ്ങനെ വേണം, എങ്ങനെയാ വേവ്, ഇങ്ങനെയുള്ള ടെൻഷൻ ഒന്നും വേണ്ട. കാരണം ഇതെന്ന് പറയുന്നത് നമുക്ക് തണുത്ത ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പൊ ഇതൊന്ന് തണുക്കട്ടെ, അതിനുശേഷം നമുക്ക് അരച്ചെടുക്കാം. തണുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് വേണ്ട എന്നുള്ളവർക്ക് എരി നോക്കിയ ശേഷം നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ അതും ചേർക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതും എരി നോക്കിയ ശേഷമേ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാവൂ. ഇനി ഇതിലേക്ക് ഒരു വലിയ സവോള കുത്തിയരിഞ്ഞത്. ഇനി ഒരു ടേസ്റ്റിന് വേണ്ടി മാഗി മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാമേ. ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നമുക്ക് ഇളക്കി യോജിപ്പിക്കണം. ഞാൻ ഈ പറഞ്ഞ മുളകിന്റെയൊക്കെ കണക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മാറ്റം വരുത്താം. നമുക്ക് ഏത് രീതിയിലാണോ എരി വേണ്ടത് അങ്ങനെ. അതുപോലെ തന്നെ ഉപ്പൊക്കെ പരുവാണോ നോക്കണം. എന്ത് കുറവുണ്ടെങ്കിലും ഈ സമയത്ത് നമുക്കതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മൾ മിക്സിയിൽ ഇത് അരച്ചെടുക്കുന്നത്. ഇത് കൈകൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിക്കണം, എങ്കിലേ ശരിയാവത്തുള്ളൂ. ഇനി നമുക്ക് കയ്യിൽ ലേശം വെള്ളം നനയ്ക്കാം. 2 കൈയിലും വെള്ളം നനയ്ക്കാം. അതിനുശേഷം ഇതിൽ നിന്ന് നിങ്ങൾക്ക് എത്രയും വലിപ്പം വേണോ അത്രയും എടുത്ത് ഓരോ കബാബായിട്ട് ഉണ്ടാക്കാം. കൈയുടെ വെള്ളയിൽ വെച്ച് ഇങ്ങനെ ഒന്ന് പരത്താം. അപ്പൊ ഏത് ഷേപ്പിലാണോ വേണ്ടത് അതൊക്കെ നമുക്ക് ചെയ്യാമേ. അപ്പൊ ഞാൻ അങ്ങനെ ഒന്ന് പരത്തി കാണിച്ചതേ ഉള്ളൂ. ഞാൻ കറക്റ്റ് റൗണ്ടായിട്ടാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ശേഷം ഇങ്ങനെയും ചെയ്യാം. പാൻ വെച്ച ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒത്തിരി വേണ്ട, നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചാൽ ചെയ്യുന്നേ. എണ്ണ ചൂടായ ശേഷം തീ മീഡിയം ആക്കാം. അതിനുശേഷം നമുക്ക് ഓരോന്ന് വെച്ച് കൊടുക്കാം. ഇട്ട് ഉടൻ തന്നെ തിരിച്ചിടണ്ട, ഒന്ന് കളറ് മാറി, അടിയിൽ നിന്ന് കളറ് മാറി വരുമ്പോൾ ഇട്ടാൽ മതി. അത് പെട്ടെന്ന് തിരിച്ചിട്ടാൽ പൊട്ടിപ്പോകും. തീ കൂട്ടിയും കുറച്ചും അഡ്ജസ്റ്റ് ചെയ്തോണേ. ഓൾറെഡി നമ്മുടെ ഇതിനകത്തെ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് വെന്തതാ. നമുക്കൊന്ന് നന്നായിട്ട് മൊരിഞ്ഞു കിട്ടിയാൽ മതിയേ. അപ്പം അതനുസരിച്ച് തീ കൂട്ടി ഇടരുത്, ചെറു തീയിൽ തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ തിരിച്ചു മറിച്ചുമിട്ട് നന്നായിട്ടിത് വെന്തു നമുക്ക് മാറ്റാം. ഇത് പരത്തുമ്പോൾ പൊടിഞ്ഞ് കട്ടിക്ക് തന്നെ വേണം. ഒത്തിരി അങ്ങ് കട്ടി കുറഞ്ഞു പോയാൽ അത് പൊട്ടിപ്പോകുമേ. നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി കബാബ് റെഡി ആയിട്ടുണ്ട്. മയോണൈസിൻ്റെ കൂടെയോ ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ ഇത് നമുക്ക് കഴിക്കാം. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.